ഭാവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നും പറയുന്നത് പോലെ നമുക്ക് 4 സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ സെക്ഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യമാണ് നാം ആദ്യമായിട്ട് വായിക്കുന്നത്. അതായത് ജനസിസ് ചാപ്റ്റർ 1 വേർഡ്സ് 10, 11 and 12. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. And God called the dry land earth, and the gathering together of the waters called he seas. And God saw that it was good. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. And God said, let the earth bring forth grass, the herb yielding seed, and the fruit tree yielding fruit after his kind, whose seed is in itself upon the earth. And it was so. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. And the earth brought forth grass, and herb yielding seed after his kind, and the tree yielding fruit, whose seed was in itself after his kind. And God saw that it was so good. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ റിക് വാറിൻ്റെ പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന ബുക്കിൽ നിന്ന്. I once got lost in the mountains. When I stopped to ask for directions to the campsite, I was told, you cannot go there from here. You must start from the other side of the mountain. In the same way, you cannot strive at your life's purpose by starting with a focus on yourself. You must begin with God, your Creator. You exist only because God wills that you exist. You are Creator. You exist only because God wills that you exist. You were made by God and for God. And until you understand that, life will never make sense. It is only in God that we discover our origin, our identity, our meaning, our purpose, our significance, and our destiny. Every other path leads to dead and end. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞു. തേർഡ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. പ്രോവേർബ്, അതായത് സദൃശവാക്യം 1-ന്റെ 10, 11, 12 3 വേർഡ്സാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് പ്രോവേഴ്സ് ചാപ്റ്റർ 1 വേർഡ്സ് 10, 11 and 12. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. മൈ സൺ, ഇഫ് സിന്നേഴ്സ് എൻഡൈസ് ദീ കൺസെന്റ് ദൗ നോട്ട്. ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്കുക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക. ഇഫ് ദ സേ കം വിത്ത് us, let us lay wait for blood, let us learn privity for the innocent without cause. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. Let us swallow them up
alive as the grave and whole as those that go down into the pit. Next section, fourth section. വീണ്ടും ദൈവം അരുളി ചെയ്തു, ജലത്തിൽ വിവിധതരം ജീവജാലങ്ങളും ആകാശത്തിൽ പറവജാതിയും ധാരാളമായി ഉണ്ടാകട്ടെ. അതെല്ലാം ഉളവായി. ദൈവം ആഹ്ലാദഭരിതനായി. ജലജന്തുക്കൾക്കും പറവകൾക്കും കുഞ്ഞുങ്ങളുണ്ടായി. സന്ധ്യ കഴിഞ്ഞു, പ്രഭാതമായി. അത് 5-ാം ദിവസമായിരുന്നു. അങ്ങനെ ദൈവം ഇവയെല്ലാം സൃഷ്ടിക്കുകയും വളരെ സന്തോഷിക്കുകയും ചെയ്തു. ഇനിയും നാം മനുഷ്യരെ സൃഷ്ടിക്കും. ദൈവം പറഞ്ഞു, അവർ നമ്മെപ്പോലെ ആയിരിക്കും. മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവർക്ക് അധികാരമുണ്ടായിരിക്കും. വലുതും ചെറുതും ഇണങ്ങിയതും ഇണങ്ങാത്തതുമായ എല്ലാ മൃഗങ്ങളുടെ മേലും അവർക്ക് അധീശത്വം ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. എല്ലാ സെക്ഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.